UDF പ്രചാരണത്തിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കേരളത്തിലെത്തും. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഇന്നത്തെ പരിപാടി. അടൂരിലാണ് ആദ്യ പ്രചാരണ യോഗം. പത്തനംതിട്ടയിലും രാഹുൽ സംസാരിക്കും. വൈകുന്നേരം കോട്ടയം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി പ്രചാരണത്തിലെത്തും. സുനിൽ വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം? കേരളത്തിലേക്ക് എത്തുന്നു. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നത്. നേരത്തെ വയനാട്ടിൽ അടക്കമുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സോണിയാഗാന്ധിക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന്, അനാരോഗ്യത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി എത്തിയിരുന്നില്ല. അന്ന് ഗാർഗയാണ് പകരം വടക്കേ മലബാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കായി എത്തിയത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുലിന്റെ 2 ദിവസത്തെ പരിപാടികളാണ് ഉള്ളത്. ആദ്യത്തെ പരിപാടി ഇവിടെ പത്തനംതിട്ടയിൽ അടൂരാണ്. KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക രീതിയിലാണ് ആദ്യത്തെ പൊതുയോഗം നടക്കുക. അതിനുശേഷം പത്തനംതിട്ട ടൗണിലുമുണ്ട്. പത്തനംതിട്ട നടക്കുന്ന വലിയ പൊതുയോഗം അവിടെ തന്നെയായിരിക്കും. കാരണം ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല നിയോജക മണ്ഡലങ്ങളുടെ സംയുക്ത യോഗമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. ഇവിടെ അടൂർ നിയമസഭാ മണ്ഡലത്തിലെ മാത്രം ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും 11:45 ഹെലികോപ്റ്റർ വടക്കടത്തുകാവ് പോലീസ് ട്രെയിനിംഗ് ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി എത്തും. 12:15 പരിപാടി തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ രാഹുൽ ഗാന്ധി വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ പത്തനംതിട്ടയിൽ എത്തിയിട്ടില്ല. കൊടും ചൂടാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10:10 തന്നെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തുള്ളിൽ രാഹുൽ ഗാന്ധി എത്തിച്ചേരുമെന്നുള്ള അനൗൺസ്മെന്റ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഹെലികോപ്റ്റർ എത്തിയോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൃത്യതയില്ല. കാരണം കുറച്ച് അകലെയാണ്. അവിടെ നിന്ന് റോഡ് മാർഗമാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുക, അടൂരിലേക്ക് എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം രാഹുൽ ഗാന്ധി പത്തനംതിട്ടയ്ക്ക് പോകും. പിന്നീട് കോട്ടയത്ത് 3 തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആ 3 പരിപാടികളും ഉച്ചയ്ക്ക് ശേഷമാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തോതിലേക്ക് ഒരു പ്രചാരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനം ഒട്ടാകെ. കനത്ത ചൂടുണ്ട്. ആ കനത്ത ചൂടിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ചൂടുകൂടി എത്തുന്നതോടുകൂടി ശരിക്കും കേരളം ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി BJP തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. 2ാം ഘട്ടം എന്ന നിലയ്ക്ക് അദ്ദേഹം അടുത്ത ദിവസം വീണ്ടും തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ സന്ദർശനത്തിനെത്തുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി എത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് വിളിക്കാൻ കഴിയുന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് രാഹുലെ എത്തിക്കാനുള്ള ശ്രമമാണ് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് നടത്തുന്നത്. എന്തായാലും ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തെയും പരിപാടികൾക്ക് ശേഷം അദ്ദേഹം അല്പസമയത്തിന് ശേഷം വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടികളുണ്ട്. അങ്ങനെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുടക്കമിടുന്നത്. അതിനുശേഷം 2ാം ഘട്ട പര്യടനവും രാഹുലിന്റേതായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അജണ്ടകൾ കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്തുകൊണ്ടുള്ള പരസ്യ പ്രചരണമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രചരണ മുദ്രാവാക്യങ്ങളും അതിന്റെ അജണ്ടകളുമൊക്കെ മാറിയിരിക്കുന്നു. അജണ്ടകൾ ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. ആദ്യഘട്ടത്തിൽ BJP ഡീലായിരുന്നു കേരളത്തിൽ ഇരുപക്ഷവും ചർച്ച ചെയ്തെങ്കിൽ അത് കൊണ്ടുവരുന്നത് UDF ആണ്. പിന്നീട് പക്ഷേ LDFും അത് ഏറ്റുപിടിക്കുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഡീലായിരുന്നു. അതിനുശേഷം KPCC വയനാട്ടിൽ പുനരധിവാസത്തിനായി പിരിച്ച ഫണ്ട് എവിടെയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിൽ തട്ടി 1-2 ദിവസം പ്രചാരണ രംഗം ഇങ്ങനെ കൊഴുത്തു. അതിനുശേഷം ഇപ്പോ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് SDPIയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. SDPIയും CPMും LDFും അതായത് പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലും പരസ്യമായ ധാരണയുണ്ടെന്ന ആക്ഷേപമാണ്, ആരോപണമാണ്. ഇന്നിതാ ഒടുവിൽ വികസനം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ക്ഷണം അല്ലെങ്കിൽ വികസനം ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ, ആർജവുമുണ്ടോ എന്ന മുഖ്യമന്ത്രിയുടെ വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നു. സ്ഥലവും സമയവും കുറിച്ചോളൂ, ഞാൻ തയ്യാർ എന്ന മറുപടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഓരോ ദിവസവും മാറി 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 ഓരോ പ്രചരണ വിഷയങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അജണ്ടകളൊക്കെ ഉണ്ടാകുന്നു.
ചെറിയ സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അതിനൊടുവിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ, പരമാവധി ആ പ്രചരണ പരിപാടികളിലേക്ക് ഇഴുകിച്ചേരാനൊക്കെയാണ് നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, മുന്നണികൾ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാവുന്ന ദിവസങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിൽ അതിന്റെ കാടടച്ചുള്ള ഒരു പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുമെന്ന് ഉറപ്പാണ്. അജിത്, രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ കേരളത്തിലെത്തും. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് പര്യടന പരിപാടികളുണ്ട്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകുന്നത്.